ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, നമ്മുടെ നെടുമുറം പള്ളിയിലുള്ള നമ്മുടെ അച്ഛൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് മാറ്റം കിട്ടി കഴിഞ്ഞാൽ ചെമ്പിയിലേക്കാണ് മാറ്റം കിട്ടിയത്. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ മണമറിയുന്ന അച്ഛൻ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ നല്ലൊരു അടുക്കള സമ്മാനിച്ചിട്ടാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വെഞ്ചിരിപ്പും പാല് കച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപോകാം. ഉദ്ഘാടന കർമ്മം നമ്മുടെ ആന്റണി ചേട്ടൻ നിർവഹിക്കുന്നത്. അകത്ത് കയറാം. ഈ പാചകപ്പുരയുടെ ആശീർവാദ കർമ്മത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ സാമ്പത്തികമായി സഹായിച്ചവരെയും ധനം കൊണ്ടും ശ്രമം കൊണ്ടും അധ്വാനിച്ച എല്ലാവരെയും അങ്ങേ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, ഇവിടുന്ന് പാചകം ചെയ്യപ്പെടുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് ഉപകരിക്കുന്ന ഒന്നാക്കി മാറ്റണമേ. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളും ആത്മീയ ഭക്ഷണത്തോടൊപ്പം ശാരീരിക ഭക്ഷണവും കഴിക്കുവാൻ വേണ്ടി സജ്ജമാക്കപ്പെടുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും യാതൊരു വിധത്തിലുള്ള വിഷാംശങ്ങളും ഇല്ലാതിരിക്കുവാനും അങ്ങനെ സന്തോഷത്തോടുകൂടി ഇവിടുന്ന് ഭാഗപ്പെടുത്തുന്ന കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപാവം നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അമ്മേ മാതാവേ, അങ്ങയൊന്നും ഞങ്ങൾക്ക് നിരന്തര സംരക്ഷകയാകണമേ. ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഞങ്ങളെ എന്നും കാത്തുപരിപാലിച്ച് അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സർവശക്തനും കാരണവാനുമായ ദൈവമേ, അങ്ങനെ പ്രിയമക്കൾ പടുത്തുയർത്തിയ ഈ പാചകപ്പുരയെ അവിടുന്ന് കരുവാർന്ന് ആശീർവദിക്കണമേ. ഇതിൽ പാചകം ചെയ്യുന്ന എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളും ദൈവജനത്തിന്റെ ശാരീരിക ഉന്മേഷത്തിന് വേണ്ടി കൂട്ടായ്മയോടുകൂടി ഒന്നായി ചേർന്നുകൊണ്ട് പാചകപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. ഇതിന് അഹോരാത്രം കഷ്ടപ്പെട്ടവരെയും ധനം കൊണ്ടും ശ്രമം കൊണ്ടും അധ്വാനിച്ചവരെയും അങ്ങേ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ കൃപാകടാശം എല്ലാവരുടെ ഉണ്ടായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ അങ്ങ് കേട്ടറിയണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ പാചകപ്പുരയെയും നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ഉന്നതനായി വളർന്നുവെന്നാലും ലോകമഖിലം നേടിയെന്നാലും ഉന്നതനായി വളർന്നുവെന്നാലും ലോകമഖിലം നേടിയെന്നാലും ആത്മനാശം വന്നു എന്തു ഫലമീ ജന്മം എന്നറിഞ്ഞു നീ സ്നേഹത്തിൻ നിബനാളമാ ത്യാഗത്തിൻ പുണ്യസൂനമാ വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി യേശുവിൻ വേദസാക്ഷിയാ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും കാത്തു പരിപാലിച്ച് അനുഗ്രഹിക്കട്ടെ. വിശ്വസിയാക്കി നമ്മൾ നേരെ താഴേക്ക്
അങ്ങനെ നമ്മുടെ പാല് കച്ചിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഹാളാക്കിയുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അടുക്കള വഴി ഒരു ഹാളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ആക്ച്വലി ചിന്തിച്ചത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മഴ നനയാതെ വണ്ടി കയറാനും ഇറങ്ങാനും കയറാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയാനും പഴയ പള്ളി പൊളിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ല. ഇതേപോലെ ചെറിയൊരെണ്ണം അവിടെ പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം ഓട് പണിതിട്ട് പള്ളി പളിക്കുക എന്നാണ് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞത്, പല യൂണിറ്റിലൊക്കെ പോകുമ്പോൾ. സ്കൂളിന് വേണ്ടി പണിതുയർത്തപ്പെട്ട സ്കൂളിന്റെയും ഇടവകയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സജ്ജമാക്കിയ ഈ ഹോളിനെ ആസ്വദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒന്നുചേർന്ന് അണിചേർന്നിരിക്കുന്നു. സമയബന്ധിതമായി പണി പൂർത്തിയാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. അതുപ്രകാരം ഇടവക ജനത്തിന് സന്തോഷിക്കുന്ന രീതിയിൽ ഒരു സ്ഥാപനം ഇവിടെ വളർന്നു വരുവാൻ ദൈവം ഇവിടെ നൽകി. നല്ല ദൈവമേ, ഈ ദൈവജനത്തിന്റെ സപ്പോർട്ട് ഈ സ്ഥാപനത്തോടൊപ്പം എന്നും ഉണ്ടാവുകയും അങ്ങനെ ഈ സ്ഥാപനം ഇടവക വളരുന്നതോടൊപ്പം തന്നെ വളർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ഈ നാടിന്റെ ഐശ്വര്യം കാത്തു പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. അമ്മേ മാതാവേ, എന്നും നിരന്തര സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സർവശക്തനും കാരണവാനുമായ ദൈവമേ, ദൈവജനത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി പണി കഴിക്കപ്പെട്ട ഈ ഹോളിനെ കനിവാർന്ന് ആശീർവദിക്കണമേ. ഇത് ഇടവകയുടെ ഭാഗമായി തീർന്നുകൊണ്ട് ഈ ദൈവജനത്തിന്റെ സമൃദ്ധിയുടെ, ഈ നാടിന്റെ നന്മയുടെ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരും വളർന്ന് അനുഗ്രഹിക്കണമേ. ഈ പണി തുടങ്ങിയ അന്നു മുതൽ ഇന്നുവരെ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ അങ്ങ് കേട്ടറിയണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ ചെറിയ പരിപാടികൾക്ക് സജ്ജമാക്കിയ ചെറിയൊരു ഹാളാണ് ഈ കാണുന്നത്. അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മങ്ങളാണ് ഇപ്പം കഴിഞ്ഞത്. അപ്പം അടിപൊളിയായിട്ട് ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്, അതിന് വേണ്ടിയുള്ള കസാര സെറ്റാക്കിയതാണ്.